നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭർതൃ വീട്ടിൽ യുവതികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. വീണ്ടും ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. കാസർഗോഡാണ് ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് മേൽപ്പറമ്പിൽ നവവധുവിന്റെ കടുങ്കൈ. ഭർതൃ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് നവവധുവിനെ. അരമങ്ങാനം സ്വദേശി രഞ്ജേഷിന്റെ ഭാര്യ കെ നന്ദനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 21 വയസ്സാണ് പെൺകുട്ടിയുടെ പ്രായം. ഞായറാഴ്ച ഉച്ചയ്ക്ക് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ, അതായത് ഞായറാഴ്ച രാവിലെ, താൻ മരിക്കാൻ പോവുകയാണ് എന്ന ഫോൺ സന്ദേശം നന്ദന അമ്മയുടെ ഫോണിലേക്ക് അയച്ചിരുന്നു. അമ്മ സീനയ്ക്കാണ് ഇത്തരത്തിലൊരു സന്ദേശം നന്ദന അയച്ചത്. സന്ദേശം കിട്ടിയ ഉടൻ അമ്മ പരിഭ്രാന്തയാകുന്നു. മാത്രമല്ല, ഉടനെ തന്നെ ഭർതൃ വീട്ടുകാരെ ഇക്കാര്യം അറിയിക്കുന്നു. പിന്നാലെ ഭർതൃ വീട്ടുകാർ നന്ദനയുള്ള മുറിയിലേക്ക് പൂട്ടിയിട്ടിരിക്കുന്ന ശ്രദ്ധയിൽപ്പെടുന്നു. അവരത് തട്ടുന്നു, മുട്ടുന്നു, പക്ഷെ തുറക്കുന്നില്ല. അകത്തു നിന്ന് പൂട്ടിയ നിലയിലാണ്. എത്ര വിളിച്ചിട്ടും തുറക്കുന്നില്ല. ഇതേ തുടർന്ന് വീട്ടുകാർ വാതിൽ പൊളിച്ച് അകത്ത് കയറി. അപ്പോഴാണ് നന്ദനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏപ്രിൽ 26-നായിരുന്നു നന്ദനയുടെ വിവാഹം. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. പെരിയ ആയമ്പാറ വില്ലാരംപെരിയിലെ കെ രവിയുടെയും സീനയുടെയും ഏക മകളായിരുന്നു നന്ദന. സംഭവത്തിൽ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തു. RDO ബിനു ജോസഫ്, SI KN സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ബന്ധുക്കളുടെ ഒരു പ്രതികരണം വരേണ്ടതായിട്ടുണ്ട്. മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഭർതൃ വീട്ടിലാണ് ഈ ഒരു കടുങ്കൈ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, പ്രണയ വിവാഹമായിരുന്നു. എന്താണ് മരണത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ നന്ദനെ നയിച്ചത് എന്താണ്? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഇതിനൊക്കെ ഒരു വ്യക്തത വരും എന്ന് തന്നെയാണ് കരുതുന്നത്. അതേസമയം ദക്ഷിണ കൊൽക്കത്തയിലെ ബൻസ് ഡ്രോണിയിൽ 23-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം. കാമുകനെ വീഡിയോ കോൾ ചെയ്ത് താൻ തൂങ്ങി മരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതിനുശേഷമാണ് 23-കാരി കടുങ്കൈ ചെയ്തത്. സുദീപ്ത മൈദി എന്ന പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തത്. സുദീപ്ത ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി ചെയ്യുകയായിരുന്നു. യുവതി കടുങ്കൈ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ യുവതി താമസിക്കുന്ന വിവേകാനന്ദ പാർക്കിലെ അപ്പാർട്ട്മെന്റിൽ വെച്ചാണ്. ശനിയാഴ്ച രാത്രിയോടെയാണ് ഈ പെൺകുട്ടി തൻ്റെ കാമുകനെ ഫോണിൽ വിളിക്കുന്നത്. വീഡിയോ കോൾ കാമുകനെ വിളിച്ചിട്ട് താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് കാമുകനോട് പറഞ്ഞു. ഉടൻ തന്നെ ഫോൺ യുവതി കട്ട് ചെയ്യുകയും ചെയ്തു. ഇതോടെ കാമുകനും വളരെയധികം പരിഭ്രാന്തനാകുന്നു. കാമുകൻ നേരെ യുവതിയുടെ വീട്ടിലേക്ക് വീട്ടിലെത്തിയപ്പോഴേക്കും സമയം വൈകിയിരുന്നു. യുവതി ആത്മഹത്യ അതിനുള്ളിൽ തന്നെ ചെയ്തിരുന്നു. മുറിയിലെ ഫാനിലാണ് യുവതി തൂങ്ങിയത്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. കാമുകന്റെ യുവതിയുടെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. ഇനി നമുക്ക് മറ്റ് ചില വാർത്തകളിലേക്ക് കൂടി പോകാം. ഈ ഇടയ്ക്ക് ഒരുപാട് ആത്മഹത്യകൾ വർദ്ധിക്കുന്നുണ്ട്. അത് സ്ഥലഭേദമന്യേ, പ്രായഭേദമന്യേ ഒരുപാട് ആത്മഹത്യകൾ. ഛത്തീസ്ഗഡിലെ കോർബയിൽ 1-ാം വർഷ MBBS വിദ്യാർത്ഥി ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഈ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. 24 വയസ്സുള്ള ഹിമാൻഷു കശ്യപിയാണ് ആത്മഹത്യ ചെയ്തത്. പരീക്ഷയുടെ സമ്മർദ്ദമാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിന്റെ പ്രാഥമിക നിഗമനം അത്തരത്തിലായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട്, പരീക്ഷാ സമ്മർദ്ദം, പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വ്യാജ ആരോപണങ്ങൾ, ഇത്തരത്തിൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പലരും ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു. സഹപാഠികളാണ് കശ്യപിനെ ഹോസ്റ്റൽ മുറിയിലെ സീലിംഗ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ. തുടർന്ന് അധികാരികളെയും പോലീസിനെ വിവരം അറിയിച്ചു അധികൃതർ. തുടർന്ന് പോലീസ് സംഘം മുറിയിൽ നിന്നൊരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുകയും ചെയ്തു. കുറിപ്പിൽ പരീക്ഷയിൽ മികച്ച പ്രകടനം നടത്താൻ തനിക്കുമേൽ വലിയ സമ്മർദ്ദമുണ്ടായി എന്നതടക്കമുള്ള ഒരു സൂചന ഹിമാൻഷു നൽകിയിരുന്നു. താൻ കാരണം ആരും വിഷമിക്കേണ്ടതില്ല എന്നതടക്കമുള്ള ഒരു കാര്യമാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഹിമാൻഷു കുറിച്ചിരുന്നത്. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരുന്നു. ഡോക്ടർ എന്ന ലക്ഷ്യവുമായി വന്നതായിരുന്നു ഹിമാൻഷു. പഠനവുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ ആത്മഹത്യാക്കുറിപ്പിൽ കുട്ടി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി. തീർച്ചയായിട്ടും ഇത്തരത്തിൽ പഠന സമ്മർദ്ദം, ജോലി സമ്മർദ്ദം, അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് പേർ. അതിനേക്കാൾ വ്യത്യസ്തമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ നടന്നത്. അമേരിക്കയിൽ 16 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തത്
ChatGPT നൽകിയ നിർദ്ദേശത്തെ തുടർന്ന്. മാതാപിതാക്കളാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. ഓപ്പൺ AIക്കെതിരെ നിയമ നടപടിയും മാതാപിതാക്കൾ സ്വീകരിച്ചിരുന്നു. ആത്മഹത്യാ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആത്മഹത്യ കുറിപ്പെഴുതാൻ സഹായിക്കുകയും ചെയ്തുവെന്നാണ് മാതാപിതാക്കൾ പരാതി പറഞ്ഞത്. വെറും 6 മാസത്തെ ഉപയോഗത്തിനിടെ ChatGPT ആദത്തിന്റെ വിശ്വസ്തനായി മാറുകയായിരുന്നു. പിന്നാലെ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ഈ ആദം അകന്നു. തൻ്റെ ആത്മഹത്യാ ചിന്തകൾ ആദം ചാറ്റിൽ പങ്കുവച്ചു. അത് ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ പറയാതിരിക്കാൻ ChatGPT തന്നെയാണ് ഉപദേശിച്ചത്. ഇതുവഴി തൻ്റെ വിഷമങ്ങൾ മറച്ചുവെക്കാൻ പ്രേരിപ്പിക്കപ്പെടുമെന്നും ChatGPT ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത് കാരണം ഈ ഒരു ബന്ധുക്കളോടൊന്നും താൻ കുട്ടിക്ക് വിവരം പറഞ്ഞിരുന്നില്ല എന്നതടക്കമുള്ള ആരോപണമാണ് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാലിഫോർണിയ സുപ്പീരിയർ കോടതിയിൽ സെപ്റ്റംബർ 2-ന് മാതാപിതാക്കൾ പരാതി നൽകി. AI ചാറ്റ്ബോട്ടുകൾ കുട്ടികളെ സ്വയം നശിപ്പിക്കുക എന്ന തരത്തിലേക്ക് ആത്മഹത്യയിലേക്ക് നയിക്കുന്നുവെന്ന ആരോപണമാണ് രക്ഷിതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫ്ലോറിഡയിലെ മേഗൻ ഗാർഷ്യയും 14-കാരനായ മകൻ്റെ ആത്മഹത്യ അത് ഇത്തരത്തിലൊരു AIയുടെ നിർദ്ദേശപ്രകാരമാണ്. AIക്ക് പങ്കുണ്ട് എന്ന ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. സ്വയം ആത്മഹത്യയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ChatGPT സഹായിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു ആരോപണമായി ഉയരുന്നുണ്ട്. അതേസമയം പരാതികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെന്ന് ഓപ്പൺ AI അധികൃതർ പ്രതികരിച്ചു. അപകടകരമായ സംഭാഷണങ്ങളെ തടയാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ദീർഘകാല ചാറ്റുകളിൽ ഫലപ്രദമാകുന്നില്ലെന്നും കമ്പനി സമ്മതിക്കുകയുണ്ടായി. മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ഉപയോക്താക്കളുടെ സുരക്ഷയ്ക്കായി നിലവിലുള്ള സംവിധാനങ്ങളും ഭാവിയിലെ പദ്ധതികളും വിശദീകരിച്ച് ഓപ്പൺ AI ഒരു ബ്ലോഗ് പോസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 70 കോടി പ്രതിമാസ സജീവ ഉപയോക്താക്കളുള്ള ജനപ്രിയ ചാറ്റ്ബോട്ടാണ് ChatGPT. ഉപയോക്താക്കൾ ചാറ്റ്ബോട്ടുകളുമായി അമിതമായ വികാരബന്ധം സ്ഥാപിക്കുന്നത് മനുഷ്യബന്ധങ്ങളെ കുറയ്ക്കുകയും അതിനെ ആശ്രയിക്കുന്ന പ്രവണത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ഓപ്പൺ AI നേരത്തെ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചതാണ്. അടുത്തിടെ അവതരിപ്പിച്ച GPT-5 മോഡലാണ് ഈ ഒരു ആത്മഹത്യ ചെയ്ത ഒരു റെയ്നി എന്ന് പറയുന്ന വ്യക്തി ഉപയോഗിച്ചത്. മുൻ പതിപ്പുകളെ അപേക്ഷിച്ച് ഇതിന് കൃത്യതയും വ്യക്തിത്വവും കുറവാണെന്നാണ് ചിലരുടെ വിമർശനം. റെയ്നിയുടെ ആത്മഹത്യ AI ചാറ്റ്ബോട്ടുകൾ ഉയർത്തുന്ന ഗുരുതരമായ അപകട സാധ്യതകളെ വെളിവാക്കുന്നതായിരുന്നു. സാങ്കേതിക വിദ്യയുടെ സുരക്ഷിതവും ധാർമ്മികവുമായ ഉപയോഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കൂടി ഈ സംഭവം വഴിതെളിയിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.